ചർക്കയിൽ കൈകൊണ്ടു നൂൽനിൽക്കുന്ന മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാരാണ് ഓരോ ഖാദി കേന്ദ്രവും എന്ന് തന്നെ പറയാം. കതിരൂർ പൊന്നം സെറാമ്പിയിലെ ഒരു ഖാദി യൂണിറ്റ് കാണാം. കാലം മാറി, വസ്ത്രങ്ങളുടെ രൂപവും ഭാവവും മാറി. എങ്കിലും കൈത്തറിയുടെ മഹിമയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. തറികളിൽ തീർത്തും കൈകൾ കൊണ്ട് നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾക്കുള്ള ഈടും ഉറപ്പും ഗുണമേന്മയും ഒന്ന് വേറെ തന്നെയാണ്. 4 വർഷം മുൻപുള്ള കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ തുടക്കമിട്ടതാണ് തന്റെ നാട്ടിലും നെയ്ത്തുഗ്രാമം എന്ന ആശയത്തിൽ ഈ പദ്ധതി. സ്വയം തൊഴിൽ പര്യാപ്തത കൈവരിക്കുന്നതിനായാണ് കൈത്തറി യൂണിറ്റ് ആരംഭിച്ചത്. 6 മാസത്തെ പരിശീലനത്തിനു ശേഷം പയ്യന്നൂർ ഖാദി ബോർഡിന് കീഴിലെ ഉൽപാദന യൂണിറ്റായി കതിരൂർ മാറി. 2000-ലധികം തൊഴിലാളികളുള്ള പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂർ ഖാദി ബോർഡ്. കതിരൂരിലെ യൂണിറ്റിൽ നിലവിൽ 12 പേരാണുള്ളത്. 10 തൊഴിലാളികൾ സ്ഥിരമായി കേന്ദ്രത്തിലെത്തുമ്പോൾ 2 പേർ വീട്ടിലിരുന്നും പ്രവർത്തിക്കുന്നു. നല്ലിയിൽ നൂൽ ചുറ്റിക്കൊണ്ടുവരികയാണ് പുറത്തുനിന്നുള്ളവർ ചെയ്യുക. ഷർട്ട് പീസും കാവ്യമുണ്ടുമാണ് കതിരൂർ യൂണിറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. പരുത്തി നൂല് പോലും കൈകൊണ്ട് പിരിച്ചാണ് നിർമ്മാണം. അത്രയേറെ സൂക്ഷ്മമായ പ്രവർത്തനമാണ് കൈത്തറി തുണിത്തരങ്ങളുടേത്. സി വത്സന്റെ മേൽനോട്ടത്തിലാണ് ഈ യൂണിറ്റിന്റെ പ്രവർത്തനം. ഇത് കതിരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. പരിശീലന കേന്ദ്രമായിട്ട് തുടങ്ങിയതാണ്. അത് പിന്നീട് ഉൽപ്പാദന യൂണിറ്റായിട്ട് മാറുകയാണ് ചെയ്തത്. പുതിയ യുവജനങ്ങളെയും മറ്റ് വിദ്യാർത്ഥികളെയും ആകർഷിക്കുന്ന രീതിയിൽ പുതിയ ഡ്രസ്സുകളും പുതിയ മെറ്റീരിയലും ഖാദി ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വിപണന ഈ ഓണം മേളയോടനുബന്ധിച്ച് തന്നെ നടക്കുന്നുണ്ട്. ചെറുപ്പക്കാർ എന്ന രീതിയിൽ ഖാദിയോട് ഇപ്പോൾ കുറച്ചുകൂടി ആകർഷിച്ചു വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് പ്രവർത്തന സമയം. ഓടത്തിൽ നല്ലി ചുറ്റിയത് പാവിൽ വെച്ച് കൈകാലുകൾ ക്രമത്തിൽ ചലിപ്പിക്കുമ്പോഴാണ് തുണിയായി മാറുന്നത്. ഒരു ദിവസം 6 മീറ്ററെങ്കിലും നെയ്താൽ മാത്രമേ DA ലഭിക്കൂ. ഞായറാഴ്ചത്തെ അവധിക്കൊപ്പം വർഷത്തിൽ 13 അവധിയും കൂടുതലായി ലഭിക്കും. ശമ്പളം മാസത്തിലാണ് നൽകേണ്ടതെങ്കിലും ഓണം, വിഷു സീസണുകളിൽ ഒന്നിച്ചു നൽകുകയാണ് പതിവ്. നിലവിൽ 6 മാസത്തെ ശമ്പളം ലഭിക്കാനുണ്ട്. സർക്കാർ കനിഞ്ഞാൽ ഓണത്തിന് തൊഴിലാളികൾക്കിത് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. ഖാദി തൊഴിലാളികളെ സർക്കാർ നിരാശപ്പെടുത്തരുതെന്നാണ് വാർഡ് മെമ്പർ M നളിനിക്ക് പറയാനുള്ളത്. ഇവരെ സാലറി മാസത്തില് അവർക്ക് ചെറിയൊരു സാലറിയെ കിട്ടുക. ഇവർക്ക് ഓണം വിഷു വരുന്നവരാണ് ഇവർക്ക് ഇതിന്റെ പൈസ കൂട്ടിയിട്ട് ഗവൺമെന്റിന്റെ ഇതിൽ വരുന്ന ഇത് ഇവർക്ക് കൊടുക്കല്. പക്ഷെ സാലറിന്റെ കാര്യത്തിൽ വളരെയേറെ വിഷമമുണ്ട്. എന്താ വെച്ചാൽ തൊഴിലാളികൾക്ക് ഒരു മാസം ജോലി ചെയ്തിട്ട് തുച്ഛമായ വരുമാനം 3000 രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നു ഇവര് പറയുന്നത്. ഈ തൊഴിലിനെ പറ്റി പി ഫൗസിയ പറയുന്നത് ഇങ്ങനെ: ഇവിടെ 4 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഞങ്ങള് 6 മാസത്തെ സ്റ്റൈപ്പൻഡോട് കൂടിയാണ് ഇവിടെ തുടങ്ങിയത്. ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ നെയ്യാനുള്ള വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ലെവലായി. ശമ്പളം 3 മാസം കൂടുമ്പോഴെങ്കിലും നൽകണമെന്നാണ് M മിനി പറയുന്നത്. പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ശമ്പളം അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അതും കൂടെ ഈ ഗവൺമെന്റ് നമുക്ക് ഇനി പുതിയ ഇപ്പൊ ഓണം, വിഷു അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ഇവിടെയുള്ള വേതനം തരുന്നത്. പക്ഷെ അത് 3 മാസത്തേക്ക് ഉള്ള മിനിമം കൂലി നമുക്ക് തരണം എന്നാണ് നമ്മളെ ആഗ്രഹം. അതും കൂടെ കിട്ടിയാൽ സന്തോഷം. ഇവിടെ നിന്നും ഉൽപാദനം മാത്രമല്ല, ആവശ്യക്കാർക്ക് വസ്ത്രങ്ങൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓണം, വിഷു സീസണുകളിൽ മേളകൾ നടത്തി വലിയ വിപണി കണ്ടെത്തുകയാണ് പതിവ്. ഓണത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം തന്നെയാണ് ഖാദി ഒരുക്കിയിട്ടുള്ളത്. ന്യൂ ജനറേഷൻ കുട്ടികൾക്കായി ജീൻസ് ഉൾപ്പെടെ വമ്പൻ ട്രെൻഡുകളാണ് ഖാദി വസ്ത്രങ്ങളുടെ ഇത്തവണത്തെ പ്രത്യേകത. ഖദറിടുന്ന രാഷ്ട്രീയക്കാർ മാത്രമല്ല, കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങളാണ് ഖാദി കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ പുതുതലമുറയെ പോലും ആകർഷിക്കുകയാണ് ഓരോ ഖാദി യൂണിറ്റും. കതിരൂർ നെയ്ത്ത് ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം വർഷ ഹരിദാസ്, ന്യൂസ് സൈറ്റ്. ഒരു ഫോൺ കോൾ മതി, ജിയോസാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തും. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും.